ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്യാസ് സ്റ്റവ്, ഇൻഡക്ഷൻ കുക്കർ, കെറ്റില്. അതിൽ നമ്മൾ 1 ലിറ്റർ വെള്ളം വെച്ചിട്ട് ഏതാണ് ആദ്യം തിളക്കുന്നത് നമുക്ക് നോക്കാം. 1 ലിറ്റർ ആണ് കെറ്റിലിന്റെ കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കാം. ഇൻഡക്ഷൻ കുക്കർ 2000 വാട്ട്സിൻ്റെ ആണ്. കെറ്റിൽ 1500 വാട്ട്സ് ആയിട്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിന്റെ പവർ 1500 വാട്ട്സിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇൻഡക്ഷൻ കുക്കറോ കെറ്റിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് അറിയാലോ. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്ന വലിയ ബർണറിലാണ് നമ്മൾ വെക്കുന്നത്. പാത്രത്തിന്റെ ബേസ് ഏകദേശം സെയിം അളവാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് 1 ലിറ്ററോളം തന്നെ ഒഴിക്കാം. അപ്പോൾ നമ്മൾ 3-ലും 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഓണാക്കി നോക്കാം. വലിയ ബർണറിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. കെറ്റിലും കൂടെ ഓണാക്കാം. നമ്മൾ ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. ഗ്യാസ് സ്റ്റൗവിൽ തിളച്ചു തുടങ്ങിയിട്ടില്ല. ഇൻഡക്ഷൻ കുക്കറിൽ പാത്രത്തിൻ്റെ അടിയിൽ ചെറുതായിട്ട് കുമള വന്നിട്ടുണ്ട്. കെറ്റിലിൽ ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. ആവി ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് സ്റ്റവ് കുറച്ച് പുറകിലാണ്. ഇൻഡക്ഷൻ കുക്കറും കെറ്റിലും ഇച്ചിരി മുന്നിലാണ്. ഗ്യാസ് സ്റ്റവ് വലിയ ബർണറിൽ വെച്ചിട്ട് ഇച്ചിരി സ്ലോ ആണ്. ഇൻഡക്ഷൻ കുക്കറാണ് രണ്ടാമത്. ഫസ്റ്റ് നിൽക്കുന്നത് നമ്മുടെ കെറ്റിൽ തന്നെയാണ്. ഗ്യാസ് സ്റ്റവ് പുറകിൽ തന്നെയാണ്. തീരെ ചെറുതായിട്ടാണ് കുമള തന്നെ. ഇൻഡക്ഷൻ കുക്കർ അത്യാവശ്യം നല്ല കുമളയുണ്ട്. അതുപോലെ ആവിയുമുണ്ട്. 3 മിനിറ്റും 10 സെക്കൻഡും ആയിട്ടുണ്ട്. നമ്മുടെ കെറ്റിൽ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമ്മുടെ ടൈമാണ് 3:35 കെറ്റിൽ നന്നായിട്ട് വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട്. പോസ് ചെയ്യാം നമുക്ക്. കെറ്റിൽ വെള്ളം തിളച്ച് കട്ടായിട്ടുണ്ട്. ഇൻഡക്ഷൻ കുക്കർ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കെറ്റിൽ തന്നെയാണ് വിൻ ചെയ്തേക്കണേ. 3:35 നമ്മുടെ കെറ്റിൽ ഫുള്ളായിട്ട് തിളച്ച് കട്ട് ഓഫ് ആയിട്ടുണ്ട്. നമ്മൾ നോക്കുന്ന ഗ്യാസ് സ്റ്റവിലും ഇൻഡക്ഷൻ കുക്കറിലുമാണ്. ആറ് മിനിറ്റായി. ഇൻഡക്ഷൻ കുക്കറിലും ഗ്യാസ് സ്റ്റവിലും നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് മറിഞ്ഞു തുടങ്ങിയിട്ടില്ല. 6:30 രണ്ടും നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ വെള്ളം ചെക്ക് ചെയ്തതിൽ കെറ്റിൽ നമ്മൾ 3.5 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെള്ളം വെട്ടി തിളച്ച് കട്ട് ഓഫ് ആയി. പിന്നെ ഇൻഡക്ഷൻ കുക്കറിലും ഗ്യാസ് സ്റ്റവിലും 6.5 മിനിറ്റ് ആണ് വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ എടുത്തത്. അപ്പോൾ നമ്മുടെ കെറ്റിൽ തന്നെയാണ് ഒന്നാമതായിട്ട് വന്നേക്കണേ.